കറക്റ്റായി വർക്കൗട്ടും ഡയറ്റും ചെയ്യുന്നു, എന്നിട്ടും തടി കുറയാത്തതിൻ്റെ കാരണം. ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ വൃത്തിയായ ഭക്ഷണം കഴിക്കുന്നു, ജിമ്മിൽ പോകുന്നുണ്ട്, പാർട്ടികളിൽ പോലും നിങ്ങൾ മധുരപലഹാരങ്ങൾ ഒഴിവാക്കുന്നു. അപ്പോൾ സ്കെയിലിൽ കുടുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വസ്ത്രങ്ങൾ ഇപ്പോഴും ഇറുക്കിയിരിക്കുന്നതും ഊർജം ഇപ്പോഴും കുറവുള്ളതും നിരാശ വളരെ കൂടിയതുമായത് എന്തുകൊണ്ടാണ്? ആരും നിങ്ങളോട് പറയാത്ത കാര്യം ഇതാണ്. പ്രശ്നം നിങ്ങളുടെ വ്യായാമമോ ഭക്ഷണമോ ആയിരിക്കില്ല. യഥാർത്ഥ വില്ലൻ സമ്മർദ്ദം. അതെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വഹിക്കുന്ന അദൃശ്യമായ ഭാരം നിങ്ങളുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പിനെ മുറുക്കെ പിടിക്കുന്ന ഒന്നാണ്. ജോലി, കുടുംബം, ഉറക്കക്കുറവ്, തീവ്രമായ വ്യായാമങ്ങൾ എന്നിങ്ങനെ നിങ്ങളുടെ ശരീരം നിരന്തരമായ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ അത് കോർട്ടിസോൾ പുറത്തുവിടുന്നു. മോശമല്ല, ചുരുക്കത്തിൽ അത് നിങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുന്നു. എന്നാൽ അത് ഒരു ദിവസം മുഴുവൻ എല്ലാ ദിവസവും പമ്പ് ചെയ്യുമ്പോൾ എല്ലാം കുഴപ്പത്തിലാക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തോട് കൊഴുപ്പ് നിലനിർത്താൻ പറയുന്നു, പ്രത്യേകിച്ച് വയറിനു ചുറ്റും. അത് ആസക്തി ഉളവാക്കുന്നു, രക്തത്തിലെ പഞ്ചസാര വർദ്ധിപ്പിക്കുന്നു, തൈറോയിഡിനെ കുഴപ്പിക്കുന്നു, വയറു വീർക്കാൻ കാരണമാക്കുന്നു. നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്കുകയും കൂടുതൽ ചലിക്കുകയും ചെയ്താലും നിങ്ങളുടെ ശരീരം പ്രൊട്ടക്റ്റീവ് മോഡിൽ കുടുങ്ങിക്കിടക്കുന്നു, കൊഴുപ്പ് കത്തിക്കുന്ന മോഡിൽ അല്ല. ഇത് ഒരു പ്രധാന കാര്യം. ആരോഗ്യകരമായ ശീലങ്ങൾ സമ്മർദ്ദകാര്യങ്ങളാക്കാൻ വളരെയധികം ഹിറ്റ് ഭക്ഷണം ഒഴിവാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ 5 മണിക്കൂർ ഉറക്കത്തിലും 4 കപ്പ് കാപ്പിയിലും ഓടുന്നുണ്ടോ? വൈകാരിക സമ്മർദ്ദവും ശാരീരിക അമിത വേഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ശരീരത്തിന് തിരിച്ചറിയാൻ കഴിയില്ല. വിട്ടുമാറാത്ത ലോ ഗ്രേഡ് വീക്കം. ഇത് ഹോർമോണുകളെയും ദഹനത്തെയും ഊർജത്തെയും തടസ്സപ്പെടുത്തുന്നു. നിങ്ങളുടെ കൊഴുപ്പ് കുറക്കൽ പദ്ധതി ഒരു മതിലിൽ എത്തുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കുന്നത്? കൂടുതൽ ബുദ്ധിപൂർവം പരിശീലിക്കുക. ശക്തി പരിശീലനത്തിനും നടത്തത്തിനും വേണ്ടി കുറച്ച് ഹിറ്റ് മാറ്റുക. യോഗ, സ്ട്രെച്ചിങ് അല്ലെങ്കിൽ മൊബിലിറ്റി എന്നിവ ചേർക്കുക. നിങ്ങളുടെ ശരീരത്തിന് ശിക്ഷയല്ല, വീണ്ടെടുക്കൽ ആവശ്യമാണ്. കൂടുതൽ കഴിക്കുക, കുറവല്ല. അപര്യാപ്തമായി ഭക്ഷണം കഴിക്കുന്നത് കോർട്ടിസോൾ വർദ്ധിപ്പിക്കുകയും മെറ്റബോളിസത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. പ്രോട്ടീൻ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, ഫൈബർ സമ്പുഷ്ടമായ കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അടങ്ങിയ സമീകൃത ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്ധനം നഷ്ടപ്പെടുന്നില്ലെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഫലങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നത് പോലെ ഉറങ്ങുക, കാരണം അവ അങ്ങനെ ചെയ്യുന്നു. മോശം ഉറക്കമെന്നാൽ ഉയർന്ന കോർട്ടിസോൾ, കൂടുതൽ ആസക്തികൾ, മന്ദഗതിയിലുള്ള കൊഴുപ്പ് നഷ്ടം എന്നിവയാണ്. 7-9 മണിക്കൂർ ഉറക്ക സമയം ലക്ഷ്യമിടുക. നിങ്ങളുടെ ഉറക്ക സമയം നിങ്ങൾ സംരക്ഷിക്കണം. 4. വൈകാരിക സമ്മർദ്ദം നിയന്ത്രിക്കുക. തുറന്ന് സംസാരിക്കുക, എഴുതുക അല്ലെങ്കിൽ ശ്വാസം വിടുക. ധ്യാനം, ജേർണലിംഗ്, സംഗീതം, ചിരി ഇവയെല്ലാം നിങ്ങളുടെ ശരീരത്തിന് സുരക്ഷയുടെ സൂചനകൾ അയക്കുന്നു. കൊഴുപ്പ് കുറയ്ക്കൽ വെറും ഒരു സംഖ്യാ ഗെയിം മാത്രമല്ല, ഇതൊരു ഹോർമോൺ സംഭാഷണമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതിനെതിരെ പോരാടുന്നത് നിർത്തുക എന്നതാണ്. നിങ്ങളുടെ ഉറക്കം ഉപേക്ഷിക്കണോ? ഉള്ളിലെ കുഴപ്പങ്ങൾ ശമിപ്പിക്കുക. കൊഴുപ്പ് ഒടുവിൽ ഉപേക്ഷിക്കാൻ തക്ക സുരക്ഷിതത്വം അനുഭവപ്പെടും. If you love to watch this video, you can like, share and subscribe.